ദെൻ ഇമ്പാക്റ്റ് ഓഫ് ജി എസ് ടി ഓൺ വേരിയസ് ഷേക്ക് ഹോൾഡേഴ്സ്. ഷേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജി എസ് ടിയുടെ ഷേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കൺസ്യൂമേഴ്സ്, ട്രേഡ്, ഇൻഡസ്ട്രി, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ആണ് മെയിനായിട്ട്. അതായത് കൺസ്യൂമേഴ്സ്, ട്രേഡ്, ഇൻഡസ്ട്രി, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ ബെനിഫിറ്റ് ഓഫ് ജി എസ് ടി പഠിച്ചപ്പോഴും കൺസ്യൂമേഴ്സിനും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റുമാണ് പഠിച്ചത് അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ദേ ആർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ജി എസ് ടി. ജി എസ് ടി വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന അവർക്കാണ്. കൺസ്യൂമേഴ്സിന് ഏതെല്ലാം തരത്തിലുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. ജി എസ് ടി ഈസ് എക്സ്പെക്റ്റഡ് ടു റെഡ്യൂസ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോർ സെവറൽ പ്രോഡക്ട്സ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസും കുറയും ഇല്ലേ. ഒരു ഗുഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ജി എസ് ടി വരുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സപ്ലൈ കൂടും. അവിടെ കൺസ്യൂമേഴ്സിന് ലോ കോസ്റ്റിൽ പ്രോഡക്റ്റ് കിട്ടാനുള്ള സാഹചര്യം ജി എസ് ടി വഴിയായിട്ട് ഉണ്ടാകുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി വിൽ വൈഡൻ ദി ടാക്സ് ബേസ് ആസ് വെൽ ആസ് ദി ടാക്സ് കംപ്ലയിൻസ് ലീഡിങ് ടു ഹയർ ടാക്സ് ജി ഡി പി റേഷ്യോ. പ്രൊഡക്ഷൻ കൂടുമ്പോഴും സെയിൽ കൂടുമ്പോഴും ടാക്സ് കൂടും. ടാക്സ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ജി ഡി പി റേഷ്യോ, അവരുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ടാക്സും തമ്മിലുള്ള ആ റേഷ്യോ കൂടും. ജി എസ് ടി വന്നതിന് ശേഷം എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ബൈ 2%. ജി എസ് ടി കൊണ്ട് ആ ഗവൺമെൻറ്റിന് ആ റേഷ്യോ 2% കൂട്ടാൻ പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവറേജ് ടാക്സ് ബേർഡൻ കുറയും. ആവറേജ് ടാക്സ് ബേർഡൻ കുറയും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അവർക്ക് മോർ കോമ്പറ്റീഷൻ ഉണ്ടാകും. അവർക്ക് എക്സ്പോർട്ട് സെക്ടറിൽ കൂടുതൽ സാധ്യതയുണ്ടാകും. അതാണ് കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കണോമി ഈസ് പോസിബിൾ ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദി സസ്റ്റൈനബിൾ ഹയർ ഗ്രോത്ത് ആൻഡ് ഇറ്റ് സ്ട്രെങ്തൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഉള്ളത് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയുന്നു. അവർക്ക് കുറഞ്ഞ കോസ്റ്റിൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കൺസ്യൂമേഴ്സിന് പറ്റും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇൻകം, ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. ആ ടാക്സ് ഇൻകം കൂടും. കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി വരുമ്പോൾ മറ്റെല്ലാ ഇൻഡയറക്റ്റ് ടാക്സസും കൂടെ ക്ലബ്ബ് ചെയ്തതുകൊണ്ട് അവർക്ക് ടാക്സ് റേറ്റ് കുറഞ്ഞു വരും. ആ ടാക്സ് റേറ്റ് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ കൂട്ടാൻ, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ടൊക്കെ അവർക്ക് സാധ്യമായിട്ട് വരും. ഇക്കണോമിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇക്കണോമി കൂടുതൽ സ്ട്രെങ്തനാകും. അപ്പോൾ അവർ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതാണ് ഇമ്പാക്റ്റ് ഓഫ് ജി എസ് ടി ഓൺ വേരിയസ് ഷേക്ക് ഹോൾഡേഴ്സ്. ദെൻ നെഗറ്റീവ് ആസ്പെക്ട്. ഏതിനെ സംബന്ധിച്ചുകൊണ്ട് കുറച്ച് നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ഏത് കാര്യം എത്ര നല്ല കാര്യമാണെങ്കിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് ചാൻസ് ഫോർ സർട്ടൻ നെഗറ്റീവ് ആസ്പെക്ട്. ദെൻ നെഗറ്റീവ് ആസ്പെക്ട് ഓർ ക്രിറ്റിസിസം ഓർ ആർഗ്യുമെൻറ്റ്സ് അഗൈൻസ്റ്റ് ദി സിസ്റ്റം ഓഫ് ജി എസ് ടി. The first negative aspect is that GST is being referred as a single taxation system, but in reality it is a dual tax which state and central both collect separate tax on a single transaction of sales and service. ജി എസ് ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വൺ കൺട്രി വൺ ടാക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ വൺ കൺട്രി വൺ ടാക്സ് സിംഗിൾ ടാക്സേഷൻ ആണെന്ന് പറയുമ്പോഴും ആ കിട്ടുന്ന ടാക്സിൽ തന്നെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഉണ്ട്. സി ജി എസ് ടി, എസ് ജി എസ് ടി ഉണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേ സമയത്ത് ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. വൺ ടാക്സ് വൺ കൺട്രി എന്ന് പറയുമ്പോഴും കിട്ടുന്ന ടാക്സിൻ്റെ 50% സെൻട്രൽ ഗവൺമെൻറ്റിനും 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും. അപ്പോൾ ഡ്യുവൽ ടാക്സേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മജോറിറ്റി ഓഫ് ഡീലേഴ്സ് ആർ നോട്ട് കവേർഡ് വിത്ത് ദി സെൻട്രൽ എക്സൈസ് ബട്ട് ദേ ആർ ഓൺലി പേയിങ് വാറ്റ് ഇൻ ദി സ്റ്റേറ്റ്. നൗ ഓൾ ദി വാറ്റ് ഡീലേഴ്സ് വിൽ ബി റിക്വയർഡ് ടു പേ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഒരു സ്റ്റേറ്റിനകത്തുള്ള ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം മുമ്പില്ലായിരുന്നു. വാറ്റ് മാത്രം കൊടുത്താൽ മതി, വാല്യൂ ആഡഡ് ടാക്സ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ്, വിതിൻ ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ് മാത്രം കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ എന്തും കൂടെ കൊടുക്കണം, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും കൂടെ കൊടുക്കണം. കാരണം എല്ലാ ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ എസ് ജി എസ് ടി ഉണ്ട്, സി ജി എസ് ടി ഉണ്ട്. അപ്പോൾ സിംഗിൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഡ്യുവൽ ടാക്സ് വരുന്നുണ്ട്. വാറ്റ് മാത്രം കൊടുക്കേണ്ട കൺസ്യൂമേഴ്സും സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. ദി കാൽക്കുലേഷൻ ഓഫ് റവന്യൂ ന്യൂട്രൽ റേറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഫർദർ ഗവൺമെൻറ് വാണ്ട്സ് ടു എൻഹാൻസ് ദിസ് റവന്യൂ ആൻഡ് റേറ്റ് ഓഫ് ടാക്സ് വിൽ ബി എ പ്രോബ്ലം. റവന്യൂ ന്യൂട്രൽ റേറ്റ്, ഏത് റേറ്റ് വെച്ചാണ് ടാക്സ് കൊടുക്കേണ്ടത്, അത് റവന്യൂ ന്യൂട്രൽ റേറ്റിൻ്റെ കാൽക്കുലേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് പലപ്പോഴും പല കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് തെറ്റ് പറ്റാറുണ്ട്. Then improvement in the manufacturing and distribution of goods and services, increase in exports, various reforms, check on corruption,
Less government control are some of the factors which are responsible for the economic growth of the country. The manufacturing and distribution of goods and services in improvement, increase in exports, various reforms, checks on corruption, less government control are some of the factors which are responsible for the economic growth of the country. Economic growth in റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എ ടാക്സ് സിസ്റ്റം ക്യാൻ മേക്ക് എ റെവല്യൂഷൻ ഇൻ ദി ഇക്കണോമി ഓഫ് ദി കൺട്രി ഈസ് റയറസ്റ്റ് ഓഫ് ദി റയർ തിങ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ ജി ഡി പി റേറ്റ് കൂടും എന്നാണ് അവർ പറയുന്നത്. 2% വരെ ജി ഡി പി റേറ്റ് കൂടും. അങ്ങനെ ടാക്സ് GST കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാക്സ് കൂടും. ആ ടാക്സ് കൂടി ഇക്കണോമിക് ഗ്രോത്ത് കൂടും എന്നാണ് അതിൻ്റെ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. അത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. റയറസ്റ്റ് ഓഫ് ദി റയർ എന്നാണ് പറയുക. അപൂർവത്തിൽ അപൂർവം, വളരെ റയറായിട്ടേ അത് സംഭവിക്കുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് വരണമെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ മാനുഫാക്ചറിങ് വേണം, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോർട്ട്, വേരിയസ് റിഫോംസ്, കറപ്ഷൻ മാറ്റണം, ഗവൺമെൻറ് കൺട്രോളൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടത്. പക്ഷേ ഇവർ പറയുന്നത് GST ഇംപ്ലിമെൻറ്റ് ചെയ്താൽ GST വഴിയായിട്ട് ടാക്സ് ഇൻക്രീസ് ചെയ്യാം, അതനുസരിച്ച് ഇക്കണോമിക് ഗ്രോത്ത് കൂടുമെന്നാണ്. ഇറ്റ് ഈസ് ദി റയറസ്റ്റ് ഓഫ് ദി റയർ തിങ്. വളരെ അപൂർവത്തിൽ അപൂർവമാണ് അങ്ങനെ സംഭവിക്കുന്നത്. GST has directed businessmen to obtain their all accounting GST compliant software. അവർ നേരത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നവരോട് പെട്ടെന്ന് ഓൺലൈനിൽ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, GST ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദി കസ്റ്റമേഴ്സ് ടു അഡാപ്റ്റ് വിത്ത് ദിസ് സിസ്റ്റം. പക്ഷേ പെട്ടെന്ന് അവരതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഹൈ ടാക്സ് പ്രൊഫഷണൽസിൻ്റെ ഒക്കെ സഹായം വേണ്ടി വരും. ദാറ്റ് വിൽ ലീഡ് ടു ഹയർ എക്സ്പെൻസ്. കാരണം അവർ സാധാരണയായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നവരോട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പെട്ടെന്ന് അതിലേക്കുള്ള ഒരു ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെട്ടെന്നത് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. GST ഈസ് ആൻ ഓൺലൈൻ ടാക്സ്. GST എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടാക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണ്. അത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ സൊല്യൂഷൻസേ ഉള്ളൂ. അതും സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് വരും. ദെൻ this taxation regime has made it mandatory for companies to register with GST under all states they operate in. GST registration compulsory ആണ്. എല്ലാ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ആ ഡിജിറ്റൽ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫയൽ റിട്ടേൺ ഹാവ് ഇൻക്രീസ്ഡ് ബർഡൻ സിഗ്നിഫിക്കൻ്റ്ലി. അവർക്ക് ഈ ഡിജിറ്റൽ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുക, ഡിജിറ്റൽ ഫയൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ചും എളുപ്പമായിരിക്കത്തില്ല. അവരിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദെയർ ബർഡൻ. അവരുടെ ബർഡൻ ഇൻക്രീസ് ചെയ്യും. ദീസ് ആർ സർട്ടൻ ഡിസഡ്വാൻറ്റേജസ് ഓർ നെഗറ്റീവ്സ് ഇവ ആസ്പെക്ട് റിഗാർഡിങ് GST 1 ടാക്സ് ആണെന്ന് പറഞ്ഞാലും അവിടെ ഡ്യുവൽ ടാക്സ് വരുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റിനൊക്കെ വാറ്റ് മാത്രം കൊടുക്കേണ്ടിടത്തും അവർ സെൻട്രൽ GST കൊടുക്കേണ്ടി വരുന്നു. റവന്യൂ ന്യൂട്രൽ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ GST കൂടി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും എന്ന് പറയുന്നത് റയറസ്റ്റ് ഓഫ് ദി റയർ തിങ് ആണ്. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടത് ഇതൊന്നുമല്ല. കൂടുതൽ മാനുഫാക്ചറിങ്ങും കൂടുതൽ എക്സ്പോർട്ടും വേരിയസ് റിഫോംസും കറപ്ഷൻ മാറ്റുകയും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റേഷൻസും ഒക്കെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇത് ഈ ഓൺലൈൻ ടാക്സ് സിസ്റ്റമാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫയൽ മെയിൻ്റനൻസ്, അതിൻ്റെ ഓൺലൈൻ സബ്മിഷൻ, അത് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫയൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സൂക്ഷിക്കുക. അതൊക്കെ ഹൈ പ്രൊഫഷണലിൻ്റെ സഹായങ്ങളൊക്കെ വേണ്ടി വരും. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകും. ഇതാണ് സാധാരണയായിട്ട് GSTയെ സംബന്ധിച്ച് പറഞ്ഞു വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട് ഓർ ക്രിറ്റിസിസം ഓർ ആർഗ്യുമെൻറ്റ് അഗൈൻസ്റ്റ് ദി സിസ്റ്റം ഓഫ് GST. ഓക്കെ.